വെൽക്കം ടു പ്രെപ്സ്കെ. HST നോട്ടിഫിക്കേഷൻ വന്നതു മുതൽ അഗ്നി ബാച്ചുകൾ എന്നുള്ള പേരിൽ തീവ്ര പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിരുന്നു. ഓരോ ബാച്ചുകളും വളരെ വേഗത്തിൽ ഫില്ലായപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ ബാച്ചുകളും അനൗൺസ് ചെയ്ത് നിങ്ങൾക്കറിയാം. അങ്ങനെ ഏറ്റവും പുതിയ ഒരു അഗ്നി ബാച്ചുമായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അഗ്നി ബാച്ച് 7 ആണ് നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അഗ്നി ബാച്ച് 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാക്കി അഗ്നി ബാച്ചുകൾ പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനിലൂടെ, ഫിക്സഡ് ആയിട്ടുള്ള ടൈം ടേബിളിലൂടെ മുഴുവൻ സിലബസും കവർ ചെയ്യുന്ന രീതിയിലായിട്ടാണ് ഈ ബാച്ചും നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ അഗ്നി ബാച്ച് 7 ആരംഭിക്കുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 7/2/2025 വെള്ളിയാഴ്ച നമ്മുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ധാരാളം പേര് നമ്മളോട് വിളിച്ച് ചോദിക്കുകയും നമ്മുടെ വീഡിയോസിന്റെ താഴെ കമന്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്, പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അഗ്നി ബാച്ച് 7 നമ്മൾ 7/2/2025 വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. ഈ അഗ്നി ബാച്ചിലേക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ മുൻകാല റിസൾട്ടുകൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ HSA പരീക്ഷയിൽ 6 ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ 200-ലധികം റാങ്ക് ഹോൾഡേഴ്സിനെയും LP UP എക്സാമുകളിലെ 730-ലധികം മുൻനിര റാങ്കുകാരെയും സൃഷ്ടിച്ച ആപ്പാണ് പ്രെപ്സ്കെ. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കാണാം. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് 1-ാം റാങ്കുകാരും 2-ാം റാങ്കുകാരും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ ഓരോ റാങ്കുകാരുമായിട്ടുള്ള അഭിമുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും മുൻനിര അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു എക്സാമിൽ ഏറ്റവും നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എക്സാം ഇത്ര കാലത്തിനുള്ളിലായിരിക്കും എന്നൊക്കെ ഏകദേശം ഒരു ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഡേറ്റ് അങ്ങ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള വിഷയങ്ങളുണ്ട്. അത്യാവശ്യം സിലബസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനേ ഉള്ളൂ, കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. അതിനുശേഷം ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനും നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി ഏറ്റവും നന്നായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിൽ തന്നെ എത്താൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത്. റെക്കോർഡർ ആൻഡ് ലൈവ് വീഡിയോ ക്ലാസ്സിലൂടെ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. റെക്കോർഡർ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും, അതുപോലെ ലൈവ് സെഷനുകളും ഉണ്ടായിരിക്കും. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത്. ചില ഭാഗങ്ങൾ റെക്കോർഡർ ആയിരിക്കും, ചിലത് ലൈവ് ആയിരിക്കും. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സെഷനുകൾ ഉണ്ടായിരിക്കും. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അതോടുകൂടി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഞാൻ പറഞ്ഞു മുമ്പേ തന്നെ, നമുക്ക് ഫിക്സഡ് ആയിട്ടൊരു സമയമുണ്ട്. സമയക്ലിപ്തത പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയൊരു സിലബസ് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, തീർക്കാൻ സാധിക്കൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ PDF നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ് കാണുന്നതിനോടൊപ്പം റെഫർ ചെയ്യാം. ഇതിനെല്ലാമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഡെയിലി എക്സാമുകളും ഓരോ ഡെയിലി എക്സാമുകൾക്ക് ശേഷവും ഒരു വീക്കിലി റിവിഷൻ എക്സാമുകളും ഉണ്ടായിരിക്കും. ഓരോ എക്സാമിലൂടെയും നമുക്ക് നമ്മുടെ നോളജ്, അറിവ് വർദ്ധിപ്പിക്കാം. അതുപോലെ തന്നെ ഏത് ഭാഗമാണ് എനിക്ക് കുറച്ച് വീക്കുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ എക്സാമുകളും മോഡൽ എക്സാമുകളും ഉണ്ടായിരിക്കും. ഇങ്ങനെ പ്രീവിയസ് ഇയർ എക്സാമുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, ഏത് ഭാഗത്തു നിന്ന് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മോഡൽ എക്സാമിൻ്റെയും ഗുണം ഇതുതന്നെയാണ്. ഓരോ എക്സാമിന് ശേഷവും ഓൾ കേരള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനുള്ള അവസരവും ഉണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ, അതുപോലെയുള്ള നിങ്ങളുടെ ആ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ടും ഈ പറയുന്ന ബാച്ചിൽ തന്നെ ഉണ്ടായിരിക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് സംശയമുള്ള ഭാഗം, നിങ്ങൾക്ക് ആ ഭാഗം കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഇത്രത്തോളം സാധ്യതകളുള്ള, ഇത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ബാച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, താങ്ക് യു.